ആഷിഖ് തുടരുന്നുണ്ട്. ആഷിഖ്, എന്താണ് നിലവിലെ സ്ഥിതി? അവിടെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്പോട്ടിൽ എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സ്ഥിതി? ലക്ഷ്മി, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. വലിയ രീതിയിൽ മഴ ഈ ചൂരൽമല പ്രദേശത്ത് പെയ്യുന്നുണ്ട്. പ്രധാനമായും വലിയ രീതിയിൽ വാഹനങ്ങളടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഉരുൾപൊട്ടൽ പ്രദേശമായതിനാൽ തന്നെ ഇവിടേക്ക് ആളുകളെ അടക്കം നിയന്ത്രിച്ച സ്ഥലമാണ്. പക്ഷേ ഈ ശക്തമായ മഴയെ തുടർന്നാണ് ആളുകളൊക്കെ വലിയ രീതിയിൽ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇത് ചൂരൽമല ടൗൺ ആണ്. ഇവിടേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തി ഈ പ്രദേശത്ത് ഈ ഒരു സുരക്ഷ ഒരുക്കുന്നുണ്ട്. ആളുകളെ ഇത്തരത്തിൽ ഇവിടേക്ക് കടത്തിവിടുന്ന വാഹനങ്ങളടക്കം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു. വലിയ രീതിയിൽ ആളുകളടക്കം ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല ടൗൺ ആണ്. എന്തായാലും ആശ്വാസകരമായും ഇവിടേക്ക് വെള്ളം ചൂരൽമല ടൗണിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പുന്നപ്പുഴയിലേക്ക് ഇതിന് നേരെ ഈ ചൂരൽമലയുടെ നേരെ ഈ മറു സൈഡിലാണ് പുന്നപ്പുഴ. അവിടെയാണ് വലിയ രീതിയിൽ വെള്ളം ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവിടെ എന്തായാലും ചൂരൽമല ടൗൺ ഇതാണ് നമ്മൾ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഭാഗമായിട്ടുള്ള ഈ ചൂരൽമല ടൗൺ. അവിടേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് നിലവിൽ പറയാൻ കഴിയുക. ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം ഈ മഴ ഇപ്പോൾ ഇവിടെ പ്രദേശത്ത് പെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് പോലെ ചൂരൽമല ടൗണിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവിട്ട് നിർത്താതെ ഇതിന് വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ചേട്ടാ, എന്താ സാഹചര്യം? ശക്തമായ മഴയാണോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇപ്പോൾ വന്നിട്ട്. എന്തായാലും ആളുകളടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് പ്രധാനമായും ഈ ഉരുൾപൊട്ടലാണ് എന്നുള്ളൊരു വാർത്ത പറയുന്നതിന് പിന്നാലെയാണ് ആളുകൾ ഇവിടേക്ക് അടക്കം എത്തി എന്താണ് ഇവിടെ സംഭവിച്ചത്, നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായതിനാൽ തന്നെ ആ ഒരു ആശങ്കയിൽ തന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ പല ഭാഗങ്ങളിൽ നിന്നായി ആളുകളടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ചൂരൽമല ബെയിലി പാലമാണ്. ബെയിലി പാലത്തിൻ്റെ അടുത്തടക്കം വലിയ രീതിയിൽ ആളുകൾ വന്നു നിൽക്കുന്നുണ്ട്. അവർ ഇത്തരത്തിൽ പോലീസ് അടക്കം അവിടെ എത്തി ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്. അത് ഒരാളെയും ബെയിലി പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടത്തിവിടുന്നില്ല. അത് ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളമടക്കം കയറുന്നില്ല തന്നെ ഒരാളെയും അപ്പുറത്തേക്ക് കടത്തിവിടുന്നില്ല. പോലീസുമായടക്കം ചില വാക്കുതർക്കങ്ങളടക്കം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതാണ് ബെയിലി പാലം. ബെയിലി പാലത്തിൻ്റെ അടുത്ത് വലിയ രീതിയിൽ ആളുകളടക്കം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വെള്ളം അടക്കം വലിയ രീതിയിൽ കുത്തൊഴുകി പ്രദേശത്ത് ഒരു വലിയ ഇപ്പോൾ വലിയ തോതിൽ അവിടെ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒരു റെഡ് അലേർട്ടിനുമൊക്കെ അപ്പുറത്തേക്കുള്ള മഴ എന്നുള്ള നിലയ്ക്ക് റെഡ് അലേർട്ട് സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് അവിടെ നിന്ന് ആഷിഖ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബെയിലി പാലത്തിൻ്റെ അവിടെയാണിപ്പോൾ മാധ്യമപ്രവർത്തകർ തടിച്ചുകൂടി എത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, അതിശക്തമായ മഴയാണ് അവിടെ പെയ്യുന്നത്. അവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പഴയ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ കൂടി ഉള്ളതുകൊണ്ട് ഇത്തരം ശക്തമായ മഴ ഭയമുളവാക്കുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവിടെ ഇല്ല. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ല. മണ്ണിടിച്ചിലടക്കമുള്ള സാഹചര്യങ്ങൾ എന്തായാലും അധികൃതർ നൽകുന്നില്ല. വലിയ മഴ തന്നെയാണ് പെയ്യുന്നത്.